ഹായ് ഹലോ MR പാലത്തോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഒന്ന് ഷെയർ കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങളെ ഒരു സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത്, അപ്പോൾ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കോഴിമുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച വീഡിയോ ആണ് കാണിക്കുന്നത്. അതിൽ 3 പ്രാവശ്യമായിട്ടാണ് വെച്ചത്. അതിലാദ്യത്തത് വിരിയാൻ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് വെക്കുന്ന ദിവസം ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കൂട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കൂട്ടിലേക്ക് വിരിയുന്നതിനനുസരിച്ച് മാറ്റാനാണ്, ബൾബ് ഇട്ട് കൊടുത്തിട്ട് മാറ്റാനാണ് കേട്ടോ വിചാരിച്ചത്. ഇതിപ്പോൾ നമ്മൾ ചൂടുള്ള കഞ്ഞിവെള്ളമാണ്. ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് അത്യാവശ്യം നല്ലോണം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇപ്പം ഞാൻ അവർക്ക് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് ഫുഡിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ അടുക്കള വേസ്റ്റും അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈറ്റമിനും കാൽസ്യം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾ കാണുന്നില്ലേ ഈ നമ്മളെ പഴത്തിൻ്റെ തോല് കാണുന്നില്ലേ, ഈ പഴത്തിൻ്റെ തോലൊക്കെ നന്നായിട്ട് അവർ കഴിക്കുന്നുണ്ട്. നമ്മൾ കോഴികൾക്ക് കൊടുക്കുമ്പോൾ അത് ഒരു ഇതുപോലും ബാക്കി വെക്കാണ്ട് അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ദിവസേന ഇതുപോലെ പഴത്തിൻ്റെ തോലുണ്ടാവാറുണ്ട്. അതെന്ത് പഴം, ചെറുപഴം ആയിക്കോട്ടെ, നേന്ത്രപ്പഴം ആയിക്കോട്ടെ, എന്ത് പഴമായാലും ശരി. അതുപോലെ തന്നെ ഈ മാങ്ങയുടെ തോട്, എന്തൊക്കെ വേസ്റ്റുകൾ കാര്യങ്ങളുണ്ട്, പച്ചക്കറീൻ്റെ അതൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ അടുക്കളയിൽ എന്തൊക്കെ വേസ്റ്റിലേക്ക് മാറ്റി വെക്കുന്നോ ആ സാധനങ്ങളെല്ലാം ഇവർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ എന്താ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് ബാക്കിയൊക്കെ വരികയാണെങ്കിൽ അത് ചോറ് എല്ലാ സാധനവും മിക്സ് ചെയ്താട്ടോ ഞാൻ കൊടുക്കാറ്. അതിൻ്റെ കൂടെ ഗോതമ്പ് കൂടി കൊടുക്കും. എല്ലാം കൂടി ആകുമ്പോൾ അത് മതി വരും, ഒരു ദിവസത്തേക്കുള്ളതാവും. കാരണം അത് ഒരു ദിവസം ഫുള്ള് അവർക്ക് കഴിക്കാനുള്ളത് അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് തന്നെയല്ല, നമ്മൾ ഈ ഗോതമ്പായാലും മറ്റുള്ള ഇതൊക്കെ വെറുതെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഫുഡ് ഇവർക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഗോതമ്പൊക്കെ വാങ്ങി കൊടുക്കുന്നില്ലേ, അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാധനത്തിൻ്റെ കൂടെ കൂട്ടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുറച്ച് മതി. ബാക്കിയുള്ള അത് അവർ നന്നായിട്ട് കഴിക്കുന്നതിനെ കൊണ്ട് നമുക്കത് പ്രശ്നമല്ല. അത് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഗോതമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ്, കോഴികൾക്കുള്ള ഫുഡായിക്കോട്ടെ, ഇതൊക്കെ കുറച്ച് മതി. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റൊക്കെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി, ധാരാളമാണ് ഒരു ദിവസത്തേക്ക് അവർക്ക്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തിരച്ചെലവ് എന്ന് പറയാനിപ്പോൾ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ അവർക്ക് പുറത്തൊന്നും ഒരു സാധനം വാങ്ങി കൊടുക്കാറില്ല. ആകെ വാങ്ങുന്നത് ഗോതമ്പാണ്. അപ്പോൾ നമുക്ക് ഗോതമ്പ് വരെ കുറച്ച് കൊടുത്താൽ മതി. ബാക്കി ഫുഡ് ഇവർക്ക് കൊടുക്കാനുള്ളത് നമുക്ക് അടുക്കളയിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. വെറുതെ നമ്മൾ ഒരുപാട് പേർക്ക് പുറത്തുനിന്ന് തന്നെ അത് വാങ്ങി അങ്ങനെ ചെയ്ത് ഇതാക്കണ്ട. അവർക്ക് കഴിക്കാനുള്ള നമ്മളെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോഴത്തേക്കുള്ള തിക്കും തിരക്കാണ് കേട്ടോ. ഫുഡ് ഇപ്പോൾ ഇവരെ അങ്ങനെ ഞാൻ പുറത്തേക്ക് വിടലില്ല. പുറത്തേക്ക് വിടാതെ ഇപ്പോഴത്തെ മഴയായാലും അങ്ങനെയല്ലേ, ഭയങ്കര മഴയല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അങ്ങനെ തിരെ വിടലില്ല. വെറുതെ ഇവർക്ക് അങ്ങനെ മഴ കൊള്ളിച്ചിട്ട് വെറുതെ ഓരോ സൂക്കേട് വരുത്തിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണല്ലോ അപ്പോൾ ഞാൻ മഴയത്ത് വിടലില്ല. അപ്പം നമ്മൾ ആദ്യത്തെ ആ കൂട്ടിലില്ലേ നെറ്റൊക്കെ വലിച്ചു കിട്ടി ആ കൂട്ടിൽ തന്നെ ഇട്ടിട്ട് ഞാൻ അത് വെറുതെ ഒരുപാട് നനയുന്നുണ്ടായിരുന്നു ഇവർ. അതുകൊണ്ട് ഓരോ സൂക്കേട് വരുത്തിക്കുന്നതിന് പകരം അങ്ങനെ കൂട്ടിലിട്ടേക്കാണ് കേട്ടോ. മഴയില്ലാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ തുറന്നു വിടാമല്ലോ. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് കൂട്ടിലിട്ടതാണ്. അപ്പം മേലെ നമ്മൾ പിടക്കോഴികളും അതുപോലെ മുട്ടയിടുന്ന കോഴികളും പൂവന്മാരുമാണ് ഉള്ളത്. താഴെ നമ്മളെ പിടിപ്പടകളുണ്ട് കേട്ടോ. നമ്മളാദ്യം വെച്ച പെടയാണ് മുട്ട വിരിഞ്ഞിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ വിരിഞ്ഞ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അവരെ ഞാൻ താഴെയിട്ടുണ്ട്. അത് കാരണം മറ്റേതുകളെ കൂടട്ടിക്ക് കൊത്തി ശരിയാക്കും. അതുകൊണ്ട് ഞാൻ ഇവരെ താഴെയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 4 പേടയും അതിൽ ഒരു പൂവനാണുള്ളത്. പൂവൻ എന്ന് പറഞ്ഞാൽ അത് മുള്ളനും ആണ്. അതിൻ്റെ കൂടെ തൊപ്പിയും കൂടെ ചേർന്നൊരു പൂവനാട്ടോ. നല്ലൊരു പൂവനാണ്, കുറച്ച് പുള്ളിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അത്. അപ്പം ഞാൻ അതിനെ അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നിലവിലിപ്പോൾ ഈ കുട്ടികൾ അത് പൂവനൊക്കെ തന്നെയാണ് ഇപ്പം മക്കളായിട്ടുള്ളത്.
ഇനിയിപ്പോൾ ഇൻക്യുബേറ്ററിൽ വിരിയുന്ന ഞാൻ കുറച്ച് പിന്നെ നമ്മളെ പുള്ളിക്കോഴീൻ്റെ മുട്ട പിന്നെ ഫയോം ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ഇൻക്യുബേറ്ററില്ലേ അതിലുള്ള മുട്ടകളൊക്കെ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാനെന്ത് വിചാരിച്ചാൽ അങ്ങനെ അതിൽ വിരിയുന്ന പിന്നെ മക്കളെ കൊടുക്കുന്നില്ല കേട്ടോ, അത് അവിടെ വെക്കാൻ ആവശ്യം.